സിനിമയിൽ വാഴക്കൃഷി സ്റ്റാർട്ട് ചെയ്ത് വൻ സക്സസ് ആയിട്ട് ആ കൃഷി കൊണ്ടുപോകുന്ന വ്യക്തിയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്ന വിപിൻ ചേട്ടാ. നമസ്കാരം. നമസ്കാരം. ഈ വാഴക്കൃഷി അങ്ങോട്ട് കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടോ? ഉണ്ട്. ഈ നാട്ടുകാർ ഓഡിയൻസ് ഇഷ്ടപ്പെട്ട് കൈയടിച്ചാൽ നമ്മൾ ഇനി കൊണ്ടുപോവാം. അത് കമന്റിലാണോ ആ ഒരു സാധനം ഇരിക്കുന്നത്? ചേട്ടാ കമന്റ് നോക്കി എങ്ങനെ തീരുമാനം? അങ്ങനെയല്ല, സിനിമയുടെ വിജയപരാജയങ്ങളാണ്. ആ പരാജയപ്പെട്ട പിന്നെ സെക്കൻഡ് പാർട്ട് എടുത്തിട്ട് കാര്യമില്ല, വിജയിക്കാനാണ് ഉറപ്പാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ട്രെയിലർ വാഴ 1 ഇറങ്ങിയപ്പോൾ തന്നെ, വാഴയുടെ ആദ്യ ട്രെയിലർ ഇറങ്ങിയപ്പോൾ അതിന്റെ താഴെ ആശറിന്റെ ഒരു കമന്റുകളായിരുന്നു കുറെ എണ്ണം. ആശർ തൂക്കി ആശറിനെ കാണാൻ വേണ്ടി വന്നതാണെന്നാണ്. അപ്പോഴേ ചേട്ടന്റെ മൈൻഡിൽ മറ്റൊരു സാധനം ഇട്ടായിരുന്നു, നെക്സ്റ്റ് ഇത് ആശറിന് അങ്ങനെയാണ്. അപ്പം നെക്സ്റ്റ് വാഴ 2 ട്രെയിലർ ഇറങ്ങുമ്പോൾ അതിന്റെ താഴെ വരുന്ന കമന്റിനനുസരിച്ചായിരിക്കും ഇനി വാഴ 3 പ്ലാൻ ചെയ്യുന്നത്. ആയിരിക്കില്ല, പടത്തിന്റെ വിജയത്തിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഉടനെ നടക്കില്ല. അപ്പൊ ഒരു വർഷത്തിന് ശേഷം എന്നിട്ട് വാഴ 2 എന്ന് പറഞ്ഞാൽ ആർഷൻ ടീം ഉണ്ടായിരുന്ന അവരെ ഒരുപാട് ഹോൾഡ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് വേറെ പടങ്ങൾ ഓഫർ വന്ന് ചെയ്യണം. അവർ എനിക്ക് വേണ്ടി വീണ്ടും 1 വർഷം വെയിറ്റ് ചെയ്യണം. ഇത്രയും പെട്ടെന്ന് തുടങ്ങി, ഇന്നലെ സമയം എടുത്ത് 1 വർഷത്തോളം എടുത്തില്ല. അപ്പം ഇനിയൊരു അങ്ങനെയൊക്കെ സമയം എടുത്ത് കുറച്ചുകൂടി നമുക്കൊന്നും ഇരുന്നൊക്കെ നമുക്ക് ഇനി കഥകൾ ഉണ്ടാക്കണമല്ലോ, ഉണ്ടാക്കി എടുത്ത് വന്നിട്ട് നമുക്ക് ആലോചിക്കാന്നേ ഉള്ളൂ. ഓക്കെ, അല്ലാതെ ഇനി വാഴ 2 ഒന്നും വേണ്ടി വാഴ 3 പോകില്ല. വാഴ 3ക്ക് അനുസൃതമായ ഒരു കഥ കിട്ടിയാൽ നമ്മൾ ചെയ്യും. സൂപ്പർ. എന്തായാലും ദൃശ്യം 3 ഇറങ്ങുന്നതിൻ്റെ അന്ന് തന്നെയാണ് വാഴ 2 റിലീസാകാൻ പോകുന്നത്. കുറേ അധികം സോഷ്യൽ മീഡിയയിൽ ഈ ഒരു സാധനവും ട്രോളുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പിള്ളേർ കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞിട്ട് സാധനം. അപ്പോൾ അത് ഇത്രയും ധൈര്യം എവിടെ നിന്നാണ് കേട്ടോ ശരിക്കും കിട്ടിയത്? ശരിക്കും എല്ലാവരും ഇത് ബിഗ് എം എന്ന് പറയുമ്പോൾ മമ്മൂക്ക, അതുപോലെ തന്നെ നമ്മുടെ മമ്മൂക്ക, അതുപോലെ തന്നെ ലാലേട്ടൻ, ഇവർ രണ്ടുപേരെ പടം വരുമ്പോൾ നമ്മളൊന്ന് സൈഡ് ഒന്നുകിയിട്ട് ഇപ്പോൾ വേണ്ട, അവരുടെ കഴിഞ്ഞിട്ട് മതി. പക്ഷേ ഇത് അങ്ങ് ഇറക്കാമെന്ന് വിചാരിക്കാനുള്ള പ്ലാൻ? അത് ഈ പറഞ്ഞ പോലെ ആ ഒരു 2 മാസത്തേക്കുള്ള ഒരു 10ഓളം വലിയ പടലായിരിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു പടത്തിൽ വന്ന് ഇറക്കിയേ പറ്റി എന്നുള്ള അവസ്ഥയാണ്. അതിപ്പം ദൃശ്യം പിന്നെ പാറ്റോട്ട് അതിരടി, ഈ പറഞ്ഞ ആട് 3, കാട്ടാളൻ, അങ്ങനെ മോളിവുഡ് ടൈംസ്, അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ നമ്മൾ കോമ്പറ്റീറ്റീവ് പടങ്ങളാവാം. ഈ പറഞ്ഞ അതിരടി നമ്മളെ സെയിം ജോണറാണ്, ആട് നമ്മുടെ സെയിം കോമഡി ജോണറൊക്കെയാണ്. അപ്പം നമ്മൾ ഒരേ ബലമുള്ള ഒരു ശക്തി പിടിക്കുന്നതൊക്കെ നല്ലത് ലാലേട്ടൻ ബൊബ്ബു, ലാലേട്ടൻ്റെ കൈ പിടിച്ച് സൈഡിൽ പോയാൽ ആ 2-3 ആഴ്ചത്തിൽ വേറെ പടം വരില്ല. ലാലേട്ടൻ കുറച്ച് ഫുള്ളായി വരുമ്പോൾ അത് കുറച്ച് നമുക്കൂടെ കിട്ടും. ലാലേട്ടൻ്റെ പടം ദൃശ്യം ഒരു എവർഗ്രീൻ ക്ലാസിക്കാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സ്പെക്ടേഷൻ, അതിൻ്റേതായ ഒരു ഓഡിയൻസ് എന്തായാലും ഉണ്ട്, അതിന് ഏത് സമയത്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പം അത് കിട്ടാത്തവർ നമ്മുടെ പുറത്തേക്ക് കയറും. ഈ പറഞ്ഞ പോലെ അതിനൊരു 200 കോടി അടിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് 200 കോടി അടിച്ചാൽ നമുക്ക് 4 എന്തെങ്കിലും കിട്ടുമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പം ശരി, അപ്പോൾ താങ്ക് യു വെരി മച്ച് ചേട്ടാ. എന്തായാലും എല്ലാവിധ ആശംസകളും. ഓക്കെ, ശരി, അടിപൊളി. ഓക്കെ.